ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് പോസിറ്റീവ് ലഭ്യമായാൽ എന്താണ് ലാലേട്ടൻ കാണിച്ചു തരിക എന്ന് ഇപ്പോഴത്തെ ഇന്നും ഇന്നലെയുമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അടുത്ത ദിവസങ്ങളിലെ ബുക്കിംഗ് ചാർട്ട് എടുത്ത് നോക്കിയാൽ പോലും അത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ടിക്കറ്റ് കിട്ടാനായിട്ട് പെടാപ്പാട് പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്നും ഇന്നലെ ഒക്കെ ആയിട്ട് നാം കാണുന്നത്. അടുത്ത ദിവസങ്ങളിലേക്ക് പോലും ബുക്കിംഗ് ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ സിനിമയുടെ ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും മണിക്കൂറിൽ ഒരുപാട് ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയുടെ ഏറ്റവും പുതിയൊരു വമ്പൻ റിപ്പോർട്ടിലേക്ക് വരിക ാണെങ്കിൽ ലാലേട്ടൻ സിനിമയ്ക്കെല്ലാം തന്നെ ഇനി പോസിറ്റീവ് ലഭ്യമായാൽ 100 കോടി നിസ്സാരമെന്ന് നിസ്സംശയം പറയാം. ഒരു കാലത്ത് 50 കോടിയായിരുന്നു നിസ്സാരമെങ്കിൽ ഇപ്പോഴത്തെ 100 കോടി ലാലേട്ടന് നിസ്സാരമാണ് എന്നാണ് നിലവിലെ സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് തരംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യ ദിവസം തന്നെ 15 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് ശനിയാഴ്ച 20 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതുതായിട്ട് നമ്മുടെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ട്. നാളെ ഞായറാഴ്ചയോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 50 കോടി കടന്നേക്കും എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ, അതായത് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ തന്നെ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി എത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. ഓവർസീസിൽ എമ്പുരാന് ശേഷം വലിയ തരംഗമാകുന്ന ലാലേട്ടൻ സിനിമയായിട്ട് തുടരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം സിനിമ അവിടെ ഞെട്ടിക്കുന്ന കളക്ഷൻ 10 കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുത്താണ് തുടങ്ങിയത്. തുടരും വ്യാഴാഴ്ച റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പിച്ച് പറയാമായിരുന്നു ആദ്യ വീക്കെൻഡ് കൊണ്ട് സിനിമ ഒരു പക്ഷേ 75 കോടിയിലധികം എല്ലാം തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തേനെന്ന്. എന്തായാലും നിലവിലെ ട്രെൻഡിൽ സിനിമ 50 കോടിയിലധികം ആദ്യ വീക്കെൻഡ് 3 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററുകളിലെ ലാലേട്ടന്റെ ഒരു വലിയൊരു ഗർജനം, ഒരു ആനയുടെ ഗർജനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ബാക്കിയുള്ള അടുത്ത ദിവസങ്ങളിലെ വമ്പൻ വാർത്തകൾ കേട്ടാം.